ഇപ്പോൾ പോലീസ് ഈ കേരളത്തിൽ കാണുന്നത് പോലീസ് ഇതുവരെ കാണാത്ത വിധമുള്ള മൃഗീയമായ വേട്ട വിദ്യാർത്ഥികൾക്ക് നേരെ നടത്തുകയാണ്, യുവജനങ്ങൾക്കെതിരെ നടത്തുകയാണ്. കഴിഞ്ഞ ദിവസം സഖാവ് കെ രാജനും കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവും മുൻ മുഖ്യമന്ത്രിയും അത് സംബന്ധിച്ച് വ്യക്തമാക്കിയതാണ്. വലിയ പകർച്ചവ്യാധികൾക്ക് പോലും കാരണമായേക്കാവുന്ന ചെളിവെള്ളം കൊണ്ടാണ് കുട്ടികൾ അഭിഷേകം ചെയ്തത്. തിങ്കളാഴ്ച ഇവിടെ ആദരണീയനായ കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവിൻ്റെ ഇടപെടൽ സൂചിപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. അദ്ദേഹം ഒരു കുപ്പിയിൽ കുറച്ച് വെള്ളവും മലിനജലവുമായി കടന്നു വന്നിട്ട് ഞങ്ങളുടെ AISFന്റെ AIYFന്റെ പ്രവർത്തകരെ പോലീസ് ഈ വെള്ളമുള്ള ജലപീരങ്കി ഉപയോഗിച്ച് ആക്രമിച്ചുവെന്ന് ആശങ്കപ്പെടുന്നത് കണ്ടു. ഞങ്ങളുടെ കുട്ടികൾക്ക് വേദനിക്കുന്നുവെന്ന് അദ്ദേഹം പറയാതെ പറഞ്ഞു. തങ്ങളുടെ കുട്ടികൾക്ക് വേദനിച്ചപ്പോൾ ഒരു പിതാവിൻ്റെ ഒരു കരുതൽ അദ്ദേഹത്തിൻ്റെ മനസ്സിലുണർന്നു. അദ്ദേഹത്തിൻ്റെ മനസ്സിൽ സഹജീവികളോടുള്ള ഒരു സ്നേഹമുണ്ടായി. ദീർഘമായ 10 വർഷങ്ങൾക്ക് ശേഷമാണ് മനുഷ്യ സഹജമായ ആ വികാരങ്ങൾ ആ മനുഷ്യനിൽ ഉണ്ടായത്. അതിനെ സർവാത്മന സ്വാഗതം ചെയ്യുകയാണ്. 10 വർഷക്കാലം അങ്ങനെ ഒരു വികാരം അദ്ദേഹത്തിനുണ്ടായിരുന്നോ എന്നുള്ള കാര്യത്തിൽ ആർക്കും ഒരു തർക്കവുമില്ല. അത് കേരളത്തിലെ പൊതുജനങ്ങൾക്ക് മുഴുവൻ ബോധ്യമുള്ള ഒരു കാര്യമാണ്. അദ്ദേഹം നിയോഗിച്ച ചെറുപ്പക്കാരുടെ തല തല്ലി തകർത്തിട്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രി ഇവിടെ ഇന്ന് പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോൾ അദ്ദേഹം പറയുകയാണ്, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ മലിനജലം ഉപയോഗിച്ച് ആക്രമിച്ചു പോലും. ഇതൊക്കെ ആരോടാണ് സാർ പറയുന്നത്? ഇതൊക്കെ ആരെയാണ് സാർ പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ കഴിയുന്നത്? കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവേ, അങ്ങയുടെ കാലത്ത് ആയിരക്കണക്കിന് അമ്മമാരുടെ കണ്ണുനീർ ഈ കേരളത്തിന്റെ തെരുവോരങ്ങളിൽ വീണിട്ടുണ്ട്. അതിന്റെ എല്ലാം ശാപം നിങ്ങളെ വിടാതെ പിന്തുടരുകയാണ് സാർ. അതുപോലെ തന്നെയാണ് ഇന്നലെ SFI വിദ്യാർത്ഥികൾക്ക് നേരെ നടത്തിയത് നരനായാട്ടാണ്. അപ്പോൾ അവർ ചെയ്യാനുള്ളതൊക്കെ അവർ ചെയ്യട്ടെ. ഒരു കാര്യം ഉറപ്പാണ്, അവർ ചെയ്യാനുള്ളതൊക്കെ അവർ ചെയ്തോട്ടെ. ഒരു കാര്യം ഉറപ്പാണ്, ഒരു പീഡനങ്ങളുടെ മുമ്പിലും ഒരു അക്രമത്തിൻ്റെ മുമ്പിലും സർക്കാരിനെതിരായ സമരങ്ങൾ പിന്നോട്ട് പോവില്ല. അയ്യോ, അത് ഞാൻ അറിഞ്ഞില്ല. MP ജലപീരങ്കിലെ വെള്ളം അവിടെ എവിടെ കിടന്ന വെള്ളം കൂടിയെടുത്താണെന്ന് ചില പത്രങ്ങൾ ചില ഫോട്ടോകൾ കണ്ടു. അല്ല, ഇതൊക്കെ എങ്കിൽ പിന്നെ പിറ്റേ ദിവസം എന്താ അവർ ഉപയോഗിക്കാത്തത്? നിയമസഭാ മാർച്ചിൽ നിങ്ങൾ കാണേണ്ട കാര്യം, ഇതെല്ലാം ജനം കാണുന്നുണ്ട്. ജനം വളരെ കൃത്യമായി അതെല്ലാം ചില മാധ്യമങ്ങൾ ഇപ്പോൾ താഴെ വന്ന് കിടക്കുന്ന വെള്ളം എടുക്കുന്ന ഒരു വിഷ്വൽ എടുത്തിട്ടാണ് ചില മാധ്യമങ്ങൾ ആ വാർത്തയാക്കിയത്. പക്ഷെ അങ്ങനെ അല്ലാതെ അത് വളരെ അല്ല. ഒരു കാര്യം ചെയ്യൂ, ഞങ്ങൾ ബ്ലേഡൊന്നും കൊണ്ടുവരത്തില്ല. ഞങ്ങൾക്ക് ആ പണിയൊന്നുമില്ല. ഞങ്ങൾ അത് പിന്നെ ഈ ഫ്രാഡുകളുടെ ഒരു ടെക്നിക്കാണ്. നമ്മുടെ കുടുംബ ചരിത്രത്തിന്റെ അറ്റവും മൂലം അറിഞ്ഞു വന്നിട്ട് നമ്മളെ ചീറ്റ് ചെയ്യാൻ വന്നിരിക്കുകയാണ്. പോലീസ് അവരുടെ കയ്യിൽ ലാത്തും തോക്കും ഒക്കെ ഉണ്ടല്ലോ, പിന്നെ അതിൽ അവർ ബ്ലേഡ് കൊണ്ടിരുന്നത്. അപ്പൊ അത് വളരെ തെറ്റായ ഒരു സമര രീതിയാണ്. അത് അംഗീകരിക്കാൻ പറ്റില്ല. കോട്ടെ സാരല്ല, ഞാൻ മാത്രമേ കണ്ടുള്ളൂ. ഇനി ഇവിടെ നിന്ന് അഴിവണ്ടാവാ, നമുക്ക് അങ്ങോട്ട് മാറിയിക്കാം.